ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുര തരംഗം. അഞ്ചൽ പെട്ടി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും മറുമൊഴിയും. ഈ ആഴ്ചയിലെ അഞ്ചൽപ്പെട്ടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കത്തുകൾ ഓരോന്നായി വായിച്ചു തുടങ്ങാം. ഇന്ന് കേൾപ്പിച്ച ഹിന്ദി ഗസലുകൾ രാത് ബി നീന്ത് ബി കഹാനി ബി, ആഹിസ്ത ആഹിസ്ത, ബഹുത് പേലേസെ എന്നീ ഗസലുകൾ മനോഹരം. 17/7/26 പ്രേമൻ കൂത്തുപറമ്പ് അയച്ച സന്ദേശമാണ്. ഇനി അടുത്ത സന്ദേശത്തിലേക്ക് പോകാം. പരിപാടികളെല്ലാം നന്നായി അവതരിപ്പിക്കുന്ന എല്ലാ ആർജെമാർക്കും നന്ദി. 15-ാം തീയതി കുഞ്ഞിപ്പ പന്താവൂറിന്റെ വിവാഹ വാർഷിക ദിനത്തിൽ തിരഞ്ഞെടുത്ത ഉച്ചപ്പാട്ടുകൾ കേട്ടു. എല്ലാം നല്ല ഗാനങ്ങളായിരുന്നു. മുൻപ് ഉച്ചപ്പാട്ടിനിടയ്ക്ക് പ്രശസ്ത വ്യക്തികളെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കേൾക്കാറില്ല. അത് വീണ്ടും അവതരിപ്പിച്ചാൽ നന്നായിരിക്കും. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുഞ്ഞിപ്പായ്ക്കും പ്രിയതമയ്ക്കും ആശംസകൾ. ബഹത്ത് പ്യാർസെ, കോട്ടയം ബാബു, ഉദയം ട്യൂഷൻ സെന്റർ, നട്ടാശ്ശേരി. വ്യക്തികളെ പറ്റിയുള്ള പരാമർശങ്ങൾ നമുക്ക് വീണ്ടും പുനരാരംഭിക്കാവുന്നതാണ്. ഇനി അടുത്ത സന്ദേശത്തിലേക്ക് പോകാം. FM ഓപ്പൺ സ്പേസിൽ മിസ്റ്റർ വിനീത് കുമാറിന്റെ രചനയിൽ RJ റിൻഷ ശബ്ദം നൽകിയ നെൽസൺ മണ്ടേലയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ വർണ്ണവിവേചനത്തിന് എതിരെയുള്ള ചിത്രീകരണം വളരെ നന്നായിരുന്നു എന്ന് പ്രേമൻ കൂത്തുപറമ്പ് സന്ദേശമായി അയച്ചിരിക്കുന്നു. ഇനി അടുത്ത മെസ്സേജ് വായിച്ചോളൂ. അഞ്ചൽ പെട്ടി. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. മാമലകൾക്കപ്പുറത്ത് മുതലായ മണ്ണിന്റെ മണമുള്ള ഗാനങ്ങൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഈ അനശ്വര ഗാനങ്ങളിലൂടെ മലയാളികൾക്കും സുപരിചിതനാണ് PB ശ്രീനിവാസ്. 16-ാം തീയതി തമിഴ് വാണിയിലെ ഗാനങ്ങളെല്ലാം PB ശ്രീനിവാസിന്റേതായിരുന്നു. സുശീല, ജാനകി മുതലായ വ്യത്യസ്ത ഗായികമാരോടൊത്ത് അദ്ദേഹം പാടിയ യുഗ്മഗാനങ്ങൾ എല്ലാം ശ്രവണ സുന്ദരം. അതിൽ മലരോട് വിളയാടും, നെഞ്ചും മറപ്പതില്ലേ, ഒൻറു ചേർന്ന അൻപ് മുതലായവ എടുത്തു പറയേണ്ട ചില ഗാനങ്ങളാണ്. നമ്മുടെ ഗാനഗന്ധർവൻ ആദ്യമായി പാടിയ ഹിന്ദി ചിത്രം ചിറ്റ്ചോറിലൂടെ നായിക സറീന വഹാബിനെ അറിയുന്നത്. നാഥ നീ വരും, പൂക്കൊണ്ടു പൂച്ചൂടി, ഏതോ ജന്മകൽപ്പനയിൽ മുതലായ മലയാള ഗാനങ്ങളുടെ ഭാഗമാകാനും അവർക്ക് കഴിഞ്ഞു. അവരുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി 18-ാം തീയതി സുവർണ സ്മൃതികളിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ അവരുടെ ജന്മദിനാഘോഷത്തിന് ജൻവാണി സമർപ്പിച്ച ആശംസകളായി. ശ്രീധരൻ അവണ്ണൂരാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. അടുത്ത സന്ദേശത്തിലേക്ക് പോകാം. നാഷണൽ റീഡിംഗ് മിഷൻ 2026 ഭാഗമായി സെംക ന്യൂഡൽഹിയും PN പണിക്കർ ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ എന്നിവയുമായി സഹകരിച്ച് ജൂൺ 19 മുതൽ ജൂലൈ 19 വരെ ജനവാണി 90.8 FM നടത്തിയ റേഡിയോ ക്യാമ്പയിനിന്റെ ഭാഗമായ റേഡിയോ പസിൽ അക്ഷരകൗതുകം പരിപാടി നന്നായി ആസ്വദിച്ചു. അതിൽ 2ാം ലക്കം വിജയിയാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. അഭിലാഷ് KP പരിപ്പായി. അടുത്ത സന്ദേശം വായിക്കാം. അഞ്ചൽ പെട്ടി. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും ഏറ്റുപാടാനും പഠിച്ചത് ദേവരാജൻ മാസ്റ്ററാണെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഉണ്ടാകാനിടയില്ല. ചെറുപ്രായത്തിൽ അത്രമേൽ സ്വാധീനം ചെലുത്തിയ മറ്റൊരു സംഗീതകാരനില്ല. മനസ്സിൽ പെട്ടെന്ന് ഇടം പിടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈണങ്ങളെല്ലാം. 20-ാം തീയതിയിലെ സുവർണ സ്മൃതികളിൽ കേട്ടത് അധികവും ആ അതുല്യ പ്രതിഭയുടെ ഗാനങ്ങളായിരുന്നു. മായാജാലക വാതിൽ തുറക്കും, സ്വർഗത്തേക്കാൾ സുന്ദരമാണി, ഈ യുഗം കലിയുഗം എന്നിങ്ങനെ സമകാലികരായ അർജുനൻ മാഷ്, സ്വാമി, രാഘവൻ മാഷ്, ബാബുക്ക എന്നിവർ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളും പ്രസ്തുത സുവർണ സ്മൃതികളിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇത് ശ്രീധരൻ അവണ്ണൂരാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഇനി അടുത്തത് റാണി വർഗീസ് ചേരാനല്ലൂർ അയച്ച സന്ദേശം. ഇന്നത്തെ നീതിദേവതയുടെ ടോപ്പിക് SMS മനോഹരമായിരുന്നു. മിക്കപ്പോഴും ഇതുപോലെ SMS-നിടയിൽ വരുന്ന ടോപ്പിക്ക് വളരെ മനോഹരം. നന്ദി റിൻഷ. ഇത് 21/7/26 അയച്ച കത്താണ്. ഇനി അടുത്ത സന്ദേശം വായിക്കാം. ജൂലൈ 22 പ്രക്ഷേപണം ചെയ്ത ഉച്ചപ്പാട്ടിന് പിറകെ വന്ന പ്രതികരണങ്ങൾ. ഷാജു മടത്തുംപടി ഇങ്ങനെ എഴുതുന്നു. ലങ്കേഷ് അഗസ്ത്യക്കോട് തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങളെല്ലാം മനോഹരമാണ്. അങ്ങനെ കുറച്ച് ഗാനങ്ങൾ 1 മണിക്കൂർ കേട്ടാസ്വദിക്കാൻ കഴിഞ്ഞു. നന്ദി ലങ്കേഷ് ആൻഡ് ജൻവാണി. ശ്രോതാക്കൾ ആഘോഷമാക്കി കൊണ്ടാടുന്ന ഗാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് രചനാ ഗുണമുള്ള ഒരു പിടി ഗാനങ്ങളാണ് ലങ്കേഷ് അഗസ്ത്യക്കോട് ഇന്നത്തെ ഉച്ചപ്പാട്ടിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ആശംസകൾ. ഈ സന്ദേശം അയച്ചത് ശ്രീധരൻ അവണ്ണൂർ. ലങ്കേഷിന്റെ ഉച്ചപ്പാട്ട് മനോഹരമായിരുന്നു എന്ന് റാണി വർഗീസ് ചേരാനല്ലൂർ സന്ദേശം അയച്ചിരിക്കുന്നു. ഇതിനെല്ലാം മറുപടിയായി ഞാൻ തിരഞ്ഞെടുത്ത ഉച്ചപ്പാട്ട് ഗാനങ്ങൾ കേട്ട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിരിക്കുന്നു ലങ്കേഷ് അഗസ്ത്യക്കോട്. ഇനി അടുത്ത സന്ദേശത്തിലേക്ക്. ശ്രോതാക്കളുടെ ഇഷ്ട പരിപാടിയും ആരാധകർ ഏറെ എത്തുന്ന ആശംസ ഗാനങ്ങളിൽ ഇന്ന് എനിക്കും പാട്ട് കിട്ടി. കടലിനെ കുറിച്ചുള്ള ടോപ്പിക്കും മനോഹരമായിരുന്നു. താങ്ക്സ് ജൻവാണി.
23 രാവിലെ പ്രക്ഷേപണം ചെയ്ത വാട്സപ്പ് ആശംസാ ഗാനങ്ങളിലൂടെ ഇഷ്ടഗാനം കേട്ടതിന്റെ ത്രില്ലിൽ ചേരനല്ലൂരിൽ നിന്ന് റാണി വർഗീസ് ഇങ്ങനെ തന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുന്നു. ഈ സന്തോഷത്തിലാവാം 10 മണിക്കുള്ള തമിഴ് ഹിറ്റ്സും കേട്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് റാണി കമന്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സന്ദേശത്തിലേക്ക്. ഇന്നത്തെ ആശംസാ ഗാനത്തിൽ എല്ലാം നല്ല പാട്ടുകൾ അയച്ചവർക്കും RJ റിൻഷയ്ക്കും അഭിനന്ദനങ്ങൾ. ജൂലൈ 23 വ്യാഴാഴ്ച പ്രക്ഷേപണം ചെയ്ത വാട്സപ്പ് ആശംസാ ഗാനങ്ങളെ പറ്റി കൂത്തുപറമ്പിൽ നിന്ന് ദീപയും സന്ദേശം അയച്ചിട്ടുണ്ട്. നിമ്മി, അവിടെ ഒരു കാർഡ് കിടക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ വായിച്ചിട്ടില്ലല്ലോ. ഇല്ല, വായിച്ചിട്ടില്ല. ഇനി വായിക്കാം. 19-ാം തീയതി 1 മണിക്ക് ഒറിജിനൽ ട്രാക്കിൽ ഓരോ ഗാനങ്ങളും ശ്രവണ സുഖം പകരുന്ന ഗാനങ്ങൾ തന്നെയായിരുന്നു. ഇറങ്ങി തിരിച്ചവർ എന്ന പടത്തിലെ മൃദുലേ നീവ ഗാനമായി എന്ന ഗാനത്തോടെ തുടങ്ങി. കിന്നാരത്തിലെ ഹൃദയ സഖി നീ അരികിൽ വരൂ എന്ന അടിച്ചുപൊളി ഗാനത്തോടുകൂടി സമാപിച്ച ഓരോ ഗാനങ്ങളും ഗംഭീരമായിരുന്നു എന്ന് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ കാർഡിലൂടെ അറിയിച്ചിരിക്കുകയാണ്. നഫീസ പന്താവൂരിന്റെ കാർഡ് നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് അത് കണ്ടെത്തിയത്. ഈ ആഴ്ചയിലെ അഞ്ചൽപ്പെട്ടിയുടെ സമയം ഇവിടെ തീരാറായി. അഞ്ചൽപ്പെട്ടിയിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും സന്ദേശങ്ങളും അയക്കേണ്ട വിലാസം: അഞ്ചൽപ്പെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ജൻവാണി FM, പാനൂർ 670-692. ഇനി സന്ദേശങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ പറഞ്ഞോളൂ: 833-0808-904. നമ്പർ ഒരിക്കൽ കൂടെ 833-0808-904. ഇന്ന് ഈ പരിപാടിയിൽ നിന്നും തൽക്കാലം വിട പറയുന്നു. വിജയൻ ഏറമ്പള്ളി. ഞാൻ നിമ്മി മുകുന്ദൻ. അഞ്ചൽപ്പെട്ടി സമാപിച്ചു.